ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സും ഉണ്ട്, അതുപോലെ ബിസിനസ് സ്റ്റേബിൾ ആയി കൊണ്ടുപോകുന്ന ബിസിനസ് ഓണേഴ്സും ഉണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ബിസിനസ് വളർത്തുക എന്നുള്ളതിനാണ്. യഥാർത്ഥത്തിൽ ബിസിനസ് വളർത്തുക എന്ന് പറയുന്നത് ഇത്ര പാടാണ്. ഈ ബിസിനസ് വളർത്തുന്നത് പാടാണോ എന്നതിലുപരി ഈ ബിസിനസ് വലിയ രീതിയിൽ വളർത്തുക, സ്കെയിൽ എന്ന് പറയുന്നൊരു പരിപാടി നമ്മൾ നോർമലി റൺ ചെയ്ത് കൊണ്ടുപോകുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. അതായത് നമ്മളൊരു ബിസിനസ്സിനെ റൺ ചെയ്ത് കൊണ്ടുപോകുന്ന അതേ രീതിയിൽ ബിസിനസ്സിനെ വളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് സ്കെയിൽ എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ട് മാറും. അതിൽ യാതൊരു സംശയവുമില്ല. അതായത് അവിടെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം, ഞാൻ തന്നെ മാർക്കറ്റ് പോകണം, ഞാൻ തന്നെ ഇൻവോയ്സ് നോക്കണം, ഞാൻ തന്നെ കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യണം, അല്ലേ, ഞാൻ തന്നെ കംപ്ലൈൻറ്റ്സ് നോക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം എന്നുള്ള രീതിയിൽ ബിസിനസ്സിനെ വളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. മാത്രമല്ല ആ ഒരു ബിസിനസ് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. ഇവിടെയാണ് പല ആൾക്കാരും വലിയ ആഗ്രഹം ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള ബിസിനസ്സിനെ റൺ ചെയ്യുന്നത് കൊണ്ട് ആഗ്രഹം ഉണ്ടായിട്ടും വളരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അവർ ഒരു കണക്കിന് തളരാൻ തുടങ്ങും. കാരണം ഇവർക്ക് ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല, ഇവരെത്തുന്ന രൂപത്തിലെ ബിസിനസ് എത്തുന്നു. റൈറ്റ്. അതിന് പകരമായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനില്ലാതെ എൻ്റെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. യു ഗെറ്റ് ഇറ്റ്? അതായത് എൻ്റെ ബിസിനസ് ഞാനില്ലാതെ നടക്കുന്ന എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അല്പം പാടായിരിക്കും വിഷ്വലൈസ് ചെയ്യാൻ, പക്ഷെ അത്തരത്തിൽ ബിസിനസ്സിനെ നോക്കിക്കാണുന്ന ആൾക്ക് ഈ ബിസിനസ്സിനെ സ്കെയിൽ എന്ന് പറയുന്നത് നേരത്തെയുള്ള ബിസിനസ് ഓണേഴ്സിന് അത്രയും ടഫായിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, അവിടെ ഞാൻ തന്നെ എല്ലാ കാര്യത്തിലും ഓടി നടന്നിട്ടല്ലേ ഞാൻ ബിസിനസ് നടത്തുന്നത്. ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവർക്ക് നല്ലൊരു സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്കൊരു എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാനില്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്കുള്ളൊരു സർവീസ് അവർക്ക് കിട്ടാൻ വേണ്ടിയുള്ള സിസ്റ്റം അവിടെ വേണം. അതേപോലെ തന്നെ നല്ല സ്ട്രെങ്ത്തുള്ള കെൽപ്പുള്ള ആളുകൾ എൻ്റെ കൂടെ ഉണ്ടാവും. ഈ സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ ആളുകളുടെയും കൂടെ അവരെ കൂടെ സഞ്ചരിച്ചു കൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വളരുമെന്ന് പറയുന്ന സമയത്ത് ആ രീതി ചിന്തിക്കുന്നത് തന്നെ ആക്ച്വലി ഇറ്റ്സ് എ ഹീലിംഗ് പ്രോസസ്. അതായത് ഞാൻ ഇത്രയും എത്തിച്ചു, ഇനി ഞാനല്ല അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടത്. എന്നെക്കാളും മികവുള്ള ആളുകൾ വേണം, നല്ല സിസ്റ്റം ഉണ്ടാവും, നല്ല പ്രോസസ്സുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ ബിസിനസ് നടത്തുന്ന റിതം ഉണ്ടാവും. ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഉപരിയായിട്ട് നമുക്ക് സിസ്റ്റം വേണമെന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ബിസിനസ് ഓണേഴ്സിന് ആദ്യം ഈ സിസ്റ്റം SOP വേണ്ടത് ലൈഫിലാണ്. പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ ഉറക്കം കഴിഞ്ഞാൽ ഫുൾ ടൈം ഞാൻ ബിസിനസ്സിലാണ്. അങ്ങനെ ബിസിനസ്സിനെ ഒരു ഹോബി ആയിട്ട് കാണാനില്ല നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോബി ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിനെ കാണാം, പക്ഷെ അവിടെ ഒരിക്കലും ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഹോബി എന്ന രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഹോബിയുടെ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടും, പക്ഷെ ബിസിനസ് സ്കെയിൽ ചെയ്യില്ല. അപ്പം അതിൽ നിന്നും മാറിയിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ളൊരു ടീം, സ്ട്രക്ചർ, അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ, വിഷൻ എന്നിങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഈ സ്കെയിലപ്പ് എൻജോയ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി സ്ട്രഗിൾസ് ഉണ്ടാവും. നമ്മുടെ വിഷനൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും അവിടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മേ ബി കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ്, അല്ലേ, അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടെക്നോളജി ഉണ്ടാക്കുന്ന വലിയ ഡിസ്റപ്ഷൻസ് മാർക്കറ്റിലുണ്ട്, അല്ലേ, പുതിയ തരത്തിലുള്ള ചേഞ്ചുകൾ, അല്ലേ, ലീഗലായിട്ടുള്ള ചേഞ്ചുകൾ, അല്ലേ, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ട്രംപിൻ്റെ തീരുമാനം, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ എന്തുണ്ടാവും മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് കൃത്യമായിട്ടൊരു വിഷൻ സെറ്റ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സ്ട്രഗിൾസൊക്കെ മറികടക്കാൻ ആവശ്യമായിട്ടൊരു സെറ്റ് ഓഫ് ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് അവർക്ക് ഡയറക്ഷൻ കൊടുത്ത് അവരെ നമ്മൾ ലീഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് ബിസിനസ് നോക്കി കാണുന്ന സമയത്ത് സ്കെയിലപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടെങ്കിലും അതൊരു എൻജോയ്മെൻ്റ് ആയിട്ട് മാറുന്നതാണ്.